റൈഫിൾ ക്ലബിലെ 2 മെമ്പേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 2 നാത്തൂൻസ് അങ്ങനെ പറയാം അല്ലേ, സിസിലി ആൻഡ് കുഞ്ഞുമോൾ, ദർശൻ ആൻഡ് ഉണ്ണിമായ. വെരി വെരി ഹാപ്പി ടു സീ യു ടുഗെദർ. ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ പോസ്റ്ററിൽ നോക്കിയാൽ ബഹളം, നിങ്ങളുടെ കൂടെ ഒരു വണ്ടിയിൽ കോളേജിൽ പോയാൽ ബഹളം, അവിടെ ചെന്നാൽ നിങ്ങളുടെ ഒരു എനർജി ബഹളം. ഇറ്റ് ഈസ് ക്രേസി. ശരിക്കും റൈഫിൾ ക്ലബിൻ്റെ മേക്കിംഗ് ഇത്ര വട്ടായിരുന്നോ? അതെ, ഇതിലും വട്ടായിരുന്നു. ഇതൊക്കെ ഒരു സ്റ്റാർട്ടർ. ഇപ്പൊ ഞങ്ങള് തിരിച്ച് അസംബ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെയല്ല 40 days when you are playing together. It was wild. ഈ ട്രെയിലർ കാണുമ്പോഴേ 2 നാത്തൂൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ് ചെയ്യുന്നത് ഒരു കൊഞ്ഞനൊക്കെ വെച്ചിട്ടാണ് അല്ലേ? ആ കറക്റ്റ്. ഞാനത് ചോദിക്കണമെന്നിങ്ങനെ വളരെ ഓർഗാനിക്കലി വന്നു. വൈ ഡു യു തിങ്ക് സിസിലി ആൻഡ് കുഞ്ഞുമോൾ മൈറ്റ് ബി ഹാവിങ് ദറ്റ് എനർജി? എന്താണ് സത്യം പറഞ്ഞാൽ അവരുടെ ഇടയ്ക്കുള്ള അവരുടെ ഡീൽ എന്താണ്? ഇത് കുറച്ചൊരു പീരിയഡ് പടമാണല്ലോ, അപ്പോൾ നാത്തുമാര് തമ്മിൽ ചെറിയൊരു പോരുണ്ട്. അവർക്ക് വളരെ ഇഷ്ടവും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോര്, ഇഷ്ടമില്ലായ്ക അല്ല, ഇഷ്ടത്തിൽ നിന്നുള്ള ഒരു കുശുമ്പാണ്, അത്രേ ഉള്ളൂ. വെരി ഫോണ്ട് ഓഫ് ഈച്ച് അതർ. പക്ഷെ എന്നാ ഒരു ചെറിയൊരു ചൊറി, അത് ഒരു ഫണ്ടിന്റെ ഭാഗമാണ്. ആക്ച്വലി നമുക്ക് വളരെ സ്നേഹമുള്ളവരെ ചൊറിയാറുണ്ടല്ലോ, അങ്ങനത്തെ ചൊറി തന്നെ. അത്രേ ഉള്ളൂ. ഡിഡ് യു ഓൾ നോ ലൈക്ക് എല്ലാവരുടെയും ക്യാരക്ടർ പ്ലേ ഔട്ട് എങ്ങനെയാ വരുന്നത്, ആർക്ക് എങ്ങനെയാ വരുന്നത്, അതോ ലിമിറ്റഡ് ഇൻഫർമേഷനിൽ നിങ്ങൾക്കുള്ള സീൻസ് മാത്രം പെർഫോം? ഐ എം ഷുവർ ഉണ്ണിമായ ചേച്ചിക്ക് കുറച്ചും കൂടെ സ്പൈ ആയിരുന്നു എന്നൊക്കെ കേട്ടു. എനിക്ക് അങ്ങനെ സ്പൈ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സ്പൈ അല്ല. ലൈക്ക് ഞാന് റൈഫിൾ ക്ലബ് അല്ല, വേറെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്താ നടക്കണേ, എന്തൊക്കെയാ നടക്കണേ ഒബ്സർവേഷൻ സാധനം ഉണ്ട്. ഐ ട്രൈ ടു ബി പാർട്ട് ഓഫ് ദ മൂവി. സോ അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ ആണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള. അങ്ങനത്തെ അത് തന്നെ റൈഫിൾ ക്ലബിലും സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് കുറെ കൂടെ ഏറെ അടുപ്പമുള്ള ആൾക്കാരാണ് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ശ്യാം ഐ എം സെയിങ്, ബട്ട് റെസ്റ്റ് ഓഫ് ദ ക്രൂ എല്ലാവരും തന്നെ നമ്മൾ വളരെയധികം വർഷങ്ങളായി സൗഹൃദം. വർഷങ്ങളായിട്ടുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഫാമിലി പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന സ്പൈ വർക്ക് ഈസിയാണ്. ഞങ്ങൾ സ്പൈ വർക്കിന് നോമിനേറ്റ് ചെയ്തത് എന്തായാലും ഞാൻ ആക്ച്വലി ലാസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. ലൈക്ക് സോ ഐ ran into it. Yeah, I was just going to ask you. With Ashik Kapoor films, if anyone virus and after the announcement of the film, and you got into the film. Yeah. Do you think a little bit of destiny plays with Ashik Kapoor films for you? I'm glad. I'm really glad that ഇത് ശരിക്കും മിസ്സായേനെ if I hadn't gotten to be part of this. അപ്പോൾ ഇത് like you said, I ran in, കോസ്റ്റ്യൂം ഇട്ടു, അവിടെ നിന്ന് എന്തൊക്കെയോ കഥ പറയുന്നു, എൻ്റെ അടുത്തിരിക്കുന്ന ഞാനാണ് നിങ്ങളുടെ ഭർത്താവ്, അങ്ങനെയാണ് ഞാൻ കെയർ ചെയ്തത്. സോ ഐ വാസ് clueless when I got into it. പിന്നെ ഇതേപോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം ആഷിഖാന്റെ പടം. അതെ. So yeah, but it was, I'm just really glad that it happened like that. For you, Ashik Kapoor films il varna samayathu, what is that one thing that you like imbibe or get like in total experience il other than ബാക്കിയുള്ള സെറ്റുകളിൽ നിന്നും നോക്കുമ്പോൾ എന്താണ് what is special? There's a sense of ease which ഒരു എന്താ പറയാ, എല്ലാരും there's a breathing in a set that he's so chill that അത് എല്ലാവർക്കും ഇങ്ങനെ സ്പ്രെഡ് ആവും. അപ്പൊ അത് നമ്മളെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നോണ്ട് there are things you'll explore out of not being stressed or worked up. അത് എപ്പോഴും കിട്ടാറില്ല. അപ്പൊ ആഷിഖാന്റെ എല്ലാ പടത്തിലും I've had such a great time. So I'm really glad, and it's really cool that I get to do this. Is my 4th project with him. So yeah, I'm really happy that that's happening. സിസിലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഇപ്പോൾ ഉണ്ണിമായ ചേച്ചി ക്യാരക്ടർ എടുക്കുമ്പോൾ ഒരു സവിശേഷതകൾ എന്ന് തോന്നിയ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ഉണ്ടോ? ഹൗ നൊട്ടോറിയസ് കുഡ് സിസിലി ബി? ആക്ച്വലി ഞാനും ഈ ദർശനം പറഞ്ഞ പോലെ ഞാനിത് ഇനീഷ്യലി കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളല്ല. ഞാനും പടത്തിന്റെ ടുവേർഡ്സ് ദി എൻഡ് മേ ബി 4-5 days before the movie was on floor അങ്ങനെ വന്നിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോ സിസിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് തീർച്ചയായിട്ടും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മറ്റേ
അവറാൻ സെക്രട്ടറി ആയിട്ടുള്ള അവറാൻ ഞാൻ കിങ് ആണെന്നുണ്ടെങ്കിൽ ഇവളാണ് ഈ ക്ലബിന്റെ കിങ്ങിണി എന്നാണ് പറയുന്നത്. കിങ്ങിണി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദെൻ അഗൈൻ ഇറ്റ് ഈസ് പ്ലേയിങ് ഓഫ് വിത്ത് റൈഫിൾസ്. അപ്പം ഒരു റൈഫിൾ ക്ലബ്ബ് പോലെയുള്ള ഒരു എൻവയോൺമെന്റില് അത് കുറച്ച് വൈൽഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ നിന്നുകൊണ്ട് എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ശക്തമായ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുള്ള എവറിബഡി ഹാസ് ദെയർ ഓൺ മൊമെന്റ്സ് എന്ന് പറയുന്ന അതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു നീതിയായിട്ട് നമുക്ക് തോന്നും. ഡെഫിനറ്റ്ലി. സോ ദാറ്റ് ഈസ് quite attractive point. Yes. ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൈ തോട്ട് വാസ് ഇത്രയും പേര് വെച്ചിട്ട് എങ്ങനെ ഒരു ആരെയും മിസ് ഔട്ട് ആയി പോവാതെ എങ്ങനെ, ബട്ട് എവറിബഡി ഹാസ് their own space and all the women characters also എല്ലാവരും ഒന്നിനൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻസ് ആണ് നമ്മൾ. സോ സിസിലി ആൻഡ് കുഞ്ഞുമോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ്, what do you think individually, what do you think makes them inevitable to the Rifle Club? Because ഇപ്പോൾ ഗോർജോയ്ക്ക് ഒരു ആർക്കുണ്ട്, അവറാൻ ഒരു ആർക്കുണ്ട്, കുഞ്ഞുമോളും സിസിലിയും നിൽക്കുന്ന ആ പൊസിഷൻസ് ഇൻ ദ ക്ലബ് എങ്ങനെയാണെന്നൊന്ന് ടു മേക്ക് ദ ക്യാരക്ടർ ലിറ്റിൽ മോർ. To me, I think for Kunjumol is പെറ്റാണ്. ഷീസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ്. അപ്പോൾ എല്ലാവരും there's ഇതേപോലെ സ്നേഹത്തോടെ ഒരു കളിയാക്കും, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഷീസ് ലൈക്ക് ദ എന്താ പറയുക, there's this playful energy, there's this brat like energy, but she's not just that. അപ്പോൾ അത് again through the film you will discover, but yeah, I think for me that was the space I felt even outside of the club. I mean outside of shoot, I mean for shoot allengilum anganeya thonni enike, which was great. What about your സിസ്ലിക്ക് കുറച്ചുകൂടെ ഒരു അവറാന്റെ വൈഫ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടെ ഒരു പവർ പൊസിഷൻ ഉണ്ട് ക്ലബിനെ സംബന്ധിച്ച്. അവറാൻ ക്ലബിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടോ അതിന്റെ ഒരു ക്യാരി ഓവർ സിസ്ലിയും പ്ലേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, ഒരു കോർഡിനേഷൻ പവർ അങ്ങനെയൊക്കെയുള്ള ആ ക്ലബിനെ ടോട്ടാലിറ്റിയില് ശ്രദ്ധിക്കുന്ന ഒരു ലീഡറിനെ പോലെ നിന്ന് എല്ലാരെയും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന അത് രണ്ട് സൈഡ് ഉണ്ടല്ലോ. അതിനൊരു ഒരു പുറത്തെ സൈഡും ഉണ്ട്, ഒരു അകത്തെ സൈഡാണ് സിസ്ലി. റൈറ്റ്. നിങ്ങൾ രണ്ടുപേരും, ഞാൻ സിനിമ കണ്ടപ്പോഴത്തേക്കും ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് യു ഓൾ ബോത്ത് ഓഫ് യു ഹാവ് ഓൾസോ ലൈക്ക് സ്പേസ് ടു പെർഫോം ചെയ്തത്. ഇപ്പം നമ്മൾ ആ ഫസ്റ്റ് ഇങ്ങനെയുള്ള ഒരു നാത്തൂൻ പോരിന്റെ കാര്യം പറഞ്ഞു, ബട്ട് ദെൻ ഈവൻ ഇൻ ദി ആക്ഷൻ സീക്വൻസസ് ഒക്കെ ആണെങ്കിലും ദ right amount of space for every character we see. Everybody is an inevitable member. Like chess കളിക്കുന്ന പോലെയാണ് the whole set piece works out. Everybody has a position, everybody is moving in. അപ്പോൾ how was your process together? നിങ്ങൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത, നിങ്ങളുടെ സീൻസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത മൊമെന്റ്സ് എന്താ? ഞങ്ങൾക്കൊരു കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. It was all കുറെ ടൈമിങ്, പിന്നെ ഈ സ്റ്റൈൽ ഒരു ഗണ്ണ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഗണ്ണ് വെച്ച് രണ്ടുപേര് രണ്ട് ഗണ്ണ് എടുത്തിട്ട് ചെയ്യുന്ന രണ്ട് ഫിസിക്കലുള്ള ആൾക്കാരാണല്ലോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ the play will be different, the timing would be different. അപ്പൊ ഇത് സിങ്ക്രണൈസ്ഡ് ആയിട്ട് വരണം. അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൈമിംഗ് തരും, 1 2 3 and then എന്നുള്ളത്. രണ്ട് അസിസ്റ്റൻസ് വന്നേക്കാം ഫൈറ്റ് മാസ്റ്ററിന്റെ. ഒരു അസിസ്റ്റന്റ് എന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. We are doing this together. So he's telling 1 2 3 then fire. This is what I am taught. എന്നോട് 1 2 3 ഇത് ഹാപ്പൻഡ് കപ്പിൾ ഓഫ് ടൈംസ് ആൻഡ് ഹീസ് ലൈക്ക് ഓക്കേ നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ ടൈമിങ്ങിലെ ഇഷ്യൂസ് ഇത് എങ്ങനെ നോക്കിയിട്ട് ഇത് അടിച്ചോണ്ടിരിക്കുകയാണ്. കപ്പിൾ ഓഫ് ടൈംസ്. So we were thinking, what is going wrong? It's not that difficult. We generally don't have this issue. No, what is going wrong? What are you taught? അങ്ങനെ മീറ്റ് ചെയ്ത് തീർത്തൊരു പ്രശ്നമായിരുന്നു. ഈ ഗൺസ് വെച്ചിട്ട് how was that play? Like very heavy. ഈ സിനിമയിലല്ലേ നിങ്ങൾ ഇത്രയും ഗൺസ് ആയിട്ട് ഒരു പെർഫോമൻസ്? ഈ ഷോട്ടിലൊക്കെ കുറേ പേരുള്ള ഷോട്ടിൽ ഇങ്ങനെ എല്ലാരും നിൽക്കുന്നതൊക്കെ
ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മെല്ലെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും മറ്റേ മാസ് ഇങ്ങനെ പിടിച്ചിട്ട് ഷോട്ട് ചെയ്യുന്നത് കൈയൊക്കെ വെയിറ്റ് കാരണം ഇങ്ങനെ അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഷോട്ട് പറഞ്ഞിട്ട് ഇത് എടുക്കുന്ന സമയം എല്ലാവരുടെയും ടേക്ക് പോവാൻ പോവാണ് ആ ഗണ്ണൊക്കെ റെഡി എല്ലാരും റെഡി എന്ന് പറയുമ്പോ എല്ലാരും എടുക്കും. പിന്നെ അത് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇത് പിടിച്ച് ആക്ഷൻ ആകുമ്പോഴത്തേക്ക് കുറെ സമയം. So when this starts going in, no, പലരും പല ടൈമിങ്ങിലാവും ശരി ടേക്ക് പോവാണ്, ആ ശരി നിങ്ങൾ ആക്ഷൻ എടുക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇത് പല ടൈമിങ്ങിലായിരിക്കും കണ്ണെടുക്കുന്നത്. ബട്ട് അതിന്റെ സിങ്ക് ഇല്ലെങ്കിലും കട്ട് എന്ന് വിളിക്കുമ്പോൾ ഇതെല്ലാം ആ സിങ്ക് വേറെ ഒന്നിലും പിന്നെ ഒരു ഇതിലെന്ന് വെച്ചാൽ എല്ലാം ബേസിക് ഇൻസ്ട്രക്ഷൻ ഫോർ ഓൾ ആക്ടേഴ്സ് ഇത് മാസാണ്, ഞെട്ടരുത്. അപ്പൊ രാവിലെ എനിക്ക് ലൈക്ക് ഞെട്ടില്ല. അപ്പൊ ബാക്കി ടെസ്റ്റിംഗ് അടിച്ചിട്ടൊക്കെ ജസ്റ്റ് ബിഫോർ ഷോട്ട് ആൻഡ് ഓൾ. പക്ഷെ ദ മിനിറ്റ് വി സ്റ്റാൻഡ് തുടക്കത്തിൽ ഫുൾ മാസ്. പക്ഷെ ഇത് പൊട്ടുമല്ലോ, പൊട്ടുമ്പോ എന്തായാലും ഞെട്ടും. ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മാസ് തീരുന്നത്. സോ ഗൺസ് വെച്ചിട്ടുള്ള പരിപാടി വാസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഞാനൊരു ചെറിയ ക്വിസ് എന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഫിലിം ഓൺലി. വൈൽഡ് ബോറിന്റെ ശാസ്ത്രനാമം എന്താ നിങ്ങൾക്ക് അറിയൂ? അത് ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ. ബാഡ് സസ്ക്രോഫ. എനിക്കത് ആദ്യം ഇൻഫർമേഷൻ കിട്ടി, ഞാൻ ട്രെയിലർ പഠിച്ചല്ലേ ടെസ്റ്റിന്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വൈൽഡ് ബോറിന്റെ ശാസ്ത്രനാമം തപ്പി പോവും. ഒരിക്കൽ കൂടെ ചോദിച്ചാൽ ഇത് നടക്കാതെ പോലെ ഒരിക്കൽ കൂടെ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. What is your favorite set piece of the entire film? Like നിങ്ങൾ ഓഡിയൻസ് ഇത് കാണുമ്പോൾ എക്സൈറ്റഡ് ആവുമല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് when you were shooting എന്തെങ്കിലും ഒരു സെറ്റ് പീസ് ഇൻ ദ ഫിലിം ഉണ്ടോ, that one portion of the film ഉണ്ടോ that you are all very excited for the audience to watch? Yeah, actually there is one thing, like ഒരുപാടുണ്ട്, like കുറെ exciting factors ഉണ്ട്. The first thing that comes to my mind is when this Bira comes, the character what Hanuman kind is playing. So when Bira comes and he is trying, പുള്ളി വരുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളുമായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പൊ പുള്ളിയുടെ സംഘവും സെന്നയൊക്കെ ഉണ്ടായില്ല, സെന്ന പുള്ളിയുടെ ചിറ്റപ്പന്റെ വേഷത്തിലാണ് സെന്ന ഹെഗ്ഡെ. സോ അങ്ങനെ പുള്ളിയും പുള്ളിയുടെ 2-3 മെയിൻ ടീമും കൂടെ വന്നിട്ട് ഫയർ ചെയ്ത് പേടിപ്പിക്കാനുള്ള ശ്രമത്തിൽ പുള്ളി ഫയർ ചെയ്തിട്ട് ഈ ക്ലബിലെ ആരും തന്നെ ഒരു നേരിയ രീതിയിൽ പോലും ഞെട്ടിയിട്ടില്ല, കുലുക്കമില്ല, അനക്കമില്ല എന്നുള്ളത് അവര് ഞെട്ടിക്കും. That is my favorite thing in this movie. കുറെ favorite factors ഉണ്ട്. This first is this. Did you mean a set piece or like a piece like that? A piece like that. Yeah, I mean there are again many things, but I love my intro line. I just feel like heroines the way they, you know, how we are thought of or the kind of things we are made to do in this film, it's very different. I love that we had to konjanam kuttala. I love that my intro line was looking at this and saying pidikku cherdanu papa. So these are like things you don't get to do anywhere else. I think just all of these women and how they're I don't want to say too much, but each of our women and their game ഭയങ്കര പൊളിയാണ്. I loved a lot of lines in the film. കുറേ ഈ പറഞ്ഞ പോലെ punch one liners ഉണ്ട്. And everyone has it. Yeah. Like it's distributed. That's what I mean. That is what makes Rifle Club a lot special, is what I feel, because all of these people you're seeing on the poster are all people who will definitely have something to എന്താ പറയുക, സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിലേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ഒരു പോർഷൻ മൊമെന്റ്സ് ഉണ്ട് എല്ലാവരും. നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിരുന്നപ്പോ ഒരിക്കൽ പോലും ഇതിനൊരു വെബ് സീരീസ് പോസിബിലിറ്റി ഇല്ലേ എന്ന് ചിന്തിച്ചില്ലേ? ബിക്കോസ് ഓൾ യുവർ ക്യാരക്ടേഴ്സ് ഹാവ് ഇത്രയും ഡെപ്ത് ഉള്ള ഐഡന്റിറ്റി, ലിറ്റിൽ സ്പേസസ്, പക്ഷെ കണ്ടിറങ്ങുന്നവർക്ക് എല്ലാ ക്യാരക്ടറും can still be a series, or you know, it can have multiple. Why not? Oro piece club 2 3 4 7 can happen. So I hope Rifle Club wins that kind of success in box office. അടിപൊളി ആവട്ടെ. എനിക്ക് കണ്ടത് അത്രയും വെച്ചിട്ട് I feel it is going to create some ഓളം. ക്ലബിലെ മെമ്പേഴ്സ് ഉഷാറാണ്, ക്ലബ് ഉഷാറാണ്, ക്ലബിലേക്ക് വരുന്ന ചില അണ്ണന്മാരും ഉഷാറാണ്. സോ
ക്ലബ്ബ് കാണാൻ വരുന്ന എല്ലാവരും തന്നെ ഉഷാർ. ആരെയും നിരാശപ്പെടുത്തില്ല എന്തായാലും. സോ സിസ്ലി ആൻഡ് കുഞ്ഞുമോൾ നിങ്ങളുടെ കെമിസ്ട്രി ഒക്കെ ഭയങ്കര രസമാണ്. ബിഗ് കൺഗ്രാറ്റ്സ് ഓൺ പ്ലേയിങ് സിസ്ലി ആൻഡ് കുഞ്ഞുമോൾ. ദാറ്റ്സ് നൈസ്. കൊഞ്ഞനും കൊക്കോ. That's Sicily and Kunyamol for you. Thank you guys. There ain't no escaping.